ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഫോർത്ത് മോഡലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹസാർഡ്, ഡിസാസ്റ്റർ ഇതിനെക്കുറിച്ചൊക്കെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഹസാർഡ്, ഡിസാസ്റ്റർ ചർച്ച ചെയ്തു. അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഹസാർഡും ഡിസാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എങ്ങനെയാണത് ഡിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളിന്ന് അത് ഐഡിയ ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് എ ഹസാർഡ് ഈസ് എ നാച്ചുറൽ ഇവൻറ്റ് വൈൽ ദ ഡിസാസ്റ്റർ ഈസ് ദ കോൺസിക്വൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു ഡിസാസ്റ്ററിൻ്റെ കോസാണ് ഹസാർഡ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നതാണ് ഒരു നാച്ചുറൽ ഇവൻറ്റ്, ഒരു നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ആക്ച്വലി ഹസാർഡാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള കാര്യത്തിനാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുക. നമുക്ക് തുടർന്ന് നോക്കാം, ഓരോ പോയിൻറ്റ്സ് നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ ക്ലിയറായി വരും. അടുത്ത പോയിന്റ് ഇതാ പറഞ്ഞത്, ഹസാർഡ് ഈസ് എ പെർസീവ്ഡ് നാച്ചുറൽ ഇവൻറ്റ് വിച്ച് ത്രെട്ടൺ ബോത്ത് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. എ ഡിസാസ്റ്റർ ഈസ് ദ കൾമിനേഷൻ ഓഫ് സച്ച് ഹസാർഡ്. കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം അതാണ് പറയുന്നത്. അതായത് ഹസാർഡ് എന്ന് പറയുന്നതാണ് ഒരു നാച്ചുറൽ ഇവൻറ്റ്, അത് എന്താണ് ലൈഫിനും അതേപോലെ പ്രോപ്പർട്ടീസിനൊക്കെ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ എക്സ്ട്രീം, ഈ ഒരു ഹസാർഡിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്താന്നൊക്കെ നമ്മൾ പറയുന്നുള്ളത് അല്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുക. അതായത് ഒരു ഹസാർഡ് ഉണ്ടായി, അതുമൂലം കുറേ കാഷ്വാലിറ്റീസ് ഉണ്ടായി, കുറേ ലൈഫ് നഷ്ടപ്പെട്ടു, കുറേ പ്രോപ്പർട്ടീസ് നശിച്ചു പോയി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയാമെന്ന് പറഞ്ഞത്. ഹസാർഡ് ഈസ് എ പൊട്ടൻഷ്യൽ ഫോർ ഡിസാസ്റ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അതിന് കാരണമാവുന്നതാണ് ഹസാർഡ് എന്നാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, എ ഹസാർഡ് ബിക്കം ഡിസാസ്റ്റർ വെൻ ഇറ്റ് ഹിറ്റ്സ് ആൻ ഏരിയ അഫക്റ്റിംഗ് ദ നോർമൽ ലൈഫ് സിസ്റ്റം. ഇഫ് ഹസാർഡ് ലൈക്ക് സൈക്ലോൺ ഹിറ്റ് ആൻ അൺപോപ്പുലേറ്റഡ് ഏരിയ, സേ ആൻ അൺപോപ്പുലേറ്റഡ് കോസ്റ്റ്, ഇറ്റ് നീഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് ഡിസാസ്റ്റർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഹസാർഡ് ഉണ്ടായി, ആ ഹസാർഡ് ഒരു സൈക്ലോൺ ആണെന്ന് വിചാരിക്കുക, അത് ഒരു അൺപോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യവാസമൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡിസാസ്റ്ററായിട്ട് കണക്കാക്കില്ല. അവിടെ നമുക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. മെയിൻലി ഹ്യൂമൻ ബീങ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ എന്നുള്ള കാര്യം പറയുക, അല്ലെങ്കിൽ നമ്മളല്ലേ ഇതൊക്കെ ക്ലാസിഫൈ ചെയ്തുള്ളത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ബേസ് ചെയ്തിട്ടാണ് മെയിൻലി നമ്മൾ ഇതിൻ്റെ ഡിസാസ്റ്റർ എന്ന് പറയാം. എക്കോസിസ്റ്റംസിനൊക്കെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് വലിയ രീതിയിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഡിസാസ്റ്ററായിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. ഹൗവർ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് എ ഡിസാസ്റ്റർ ഇഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ആർ സീരിയസ്ലി ഡാമേജ്ഡ്. എ ഹസാർഡ് മേ ബി regarded as pre-disaster situation in which some risk of disaster exists because the human population has placed itself in സിറ്റുവേഷൻ ഓഫ് റിസ്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു ലൈഫിനും പ്രോപ്പർട്ടീസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിലാണ് എന്താ ചെയ്യുക, അതിന് നമ്മളത് ഡിസാസ്റ്ററായിട്ട് കണക്കാക്കുക. ആ സമയത്ത് എന്തുണ്ടാവും, ഈ പ്രോപ്പർട്ടീസിനും എല്ലാം ഒരു സിറ്റുവേഷൻ ഓഫ് റിസ്ക് ഉണ്ടാവുന്ന, റിസ്കിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ടേമുകൾ, ഡിസാസ്റ്റേഴ്സ് ആർ എക്സ്ട്രീം ഇവൻറ്റ് ഇൻ വിച്ച് കോസ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ്. മുന്നേ പറഞ്ഞ കാര്യം തന്നെ, ലൈഫ്, പ്രോപ്പർട്ടി, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റീസിനെ ഇതിനെല്ലാം ബാധിക്കും. അതേമാതിരി നമ്മൾ ഹ്യൂമൻ ആക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷേഴ്സ്, നാച്ചുറൽ പ്രോസസ് ലൈക്ക് കേക്ക്, ഇതൊക്കെ എല്ലാം എന്താണ് നമുക്കൊരു ഡിസാസ്റ്റേഴ്സാണ്. ഇതെല്ലാം ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്, എക്സാമ്പിൾസായിട്ടും കാര്യങ്ങളൊക്കെയാണ് തന്നെയാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നമുക്കിങ്ങനെ പറയാം, ദ occurrence ഓഫ് നാച്ചുറൽ ഹസാർഡ് ക്യാൻ
debilate an entire community for many years following the event, and some communities never recover fully from a particularly served disasters. ദ ഫോർമുല ഫോർ ഡിസാസ്റ്റർ, അതായത് ഇപ്പോൾ നമ്മൾ ചില ഹസാർഡുകളൊക്കെ ഉണ്ടാക്കി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും, കുറേ സമയം എടുക്കും നമ്മളതിൽ നിന്നൊക്കെ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആവാൻ വേണ്ടിയുള്ള കുറേ സമയം എടുക്കും എന്നാണ് പറയുന്നത്. ഒരു ഫോർമുല പോലെ നാച്ചുറൽ ഡിസാസ്റ്റർ പറയുന്നത് എങ്ങനെയാണ്, മുന്നേ പറഞ്ഞ ഒരു അരിത്തമെറ്റിക് ഫോർമുല, ഒരു കൺസെപ്ച്വൽ ഫോർമുലയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാച്ചുറൽ ഹസാർഡ് പ്ലസ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഈക്വൽ ടു ഡിസാസ്റ്റർ. അതായത് നമ്മൾ ഒരു ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ പറയുക. വലിയ രീതിയിൽ ഹ്യൂമൻ ലൈഫിനെ അത് ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഡിസാസ്റ്ററായിട്ട് കണക്കാക്കില്ല. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ഒരു ഫോർമുലയായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ഹസാർഡ് പ്ലസ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഈക്വൽ ടു ഡിസാസ്റ്റർ. അത് ക്ലിയർ ആയിട്ടാവും വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയെന്നുള്ളത്. സിമ്പിളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ഓൺലി വെൻ പീപ്പിൾസ് ആർ ഇഞ്ചേർഡ് ആൻഡ് പ്രോപ്പർട്ടീസ് ഡാമേജ് ബൈ ഹസാർഡ് ദാറ്റ് വി എക്സ്പീരിയൻസ് എ ഡിസാസ്റ്റർ. ഓക്കെ, ഒരു പ്രോപ്പർട്ടീസിനോ ലൈഫിനൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം, മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വേറെ വാക്കുകളിൽ പറഞ്ഞുള്ളത്. ഒരു എക്സാമ്പിൾ പറയുന്ന ഹുറിക്കെയിൻ, ഒരു കൊടുങ്കാറ്റ്, അത് നാച്ചുറൽ ഹസാർഡാണ്. ബട്ട് ഇറ്റ് ഹാപ്പൻ ഫാർ ഔട്ട് ടു സീ, ഇറ്റ് കനോട്ട് ഹാം എനി വൺ. അതായത് ഒരു കൊടുങ്കാറ്റുണ്ടായി, ഇത് കടലിലൊക്കെ ചിലപ്പോൾ കൊടുങ്കാറ്റുണ്ടാവാറുണ്ടല്ലേ, അത് വേറെ ഷിപ്പുകളെയൊന്നും ബാധിക്കുന്നില്ല, തീരത്തേക്ക് വരുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളതൊരു ഡിസാസ്റ്ററായിട്ട് കണക്കാക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കും ഹസാർഡും ഡിസാസ്റ്ററും തമ്മിലുള്ള. അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഒരു ഹസാർഡ്, അത് ഒരു നാച്ചുറൽ ഇവൻ്റാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ആ നാച്ചുറൽ ഇവൻറ്റ് ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ, നമ്മുടെ പ്രോപ്പർട്ടീസിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ, അതിന് ഡാമേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മളതിനെ ഡിസാസ്റ്ററായിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് പറയുമ്പോൾ ഏറ്റവും അല്ലെങ്കിൽ നാച്ചുറൽ ഹസാർഡ്സ് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേതാണ് എർത്ത് കേക്കാണല്ലേ, ഭൂമികുലുക്കം. എർത്ത് കേക്ക് ഒരു വലിയ തോതിലുള്ളൊരു ഇതാണ്, വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹസാർഡാണ് അല്ലേ. അത് നോക്കാം, നമുക്ക് എർത്ത് കേക്കിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ ഡിസാസ്റ്ററായിട്ടും കണക്കാക്കും അല്ലേ. എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ അതിന് ഡിസാസ്റ്ററായിട്ട് കണക്കാക്കും. അങ്ങനെ നമ്മളെ മനുഷ്യവാസമുള്ള പോപ്പുലേറ്റഡ് ഏരിയാസിലൊക്കെ എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ അത് വലിയൊരു ഡിസാസ്റ്ററായിട്ടാണ് കണക്കാക്കുക. പല അനുഭവങ്ങളും നമ്മൾ നേരിട്ടും പത്രങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് എർത്ത് കേക്കിനെ കുറിച്ച്. ഇനി പറഞ്ഞ എർത്ത് കേക്ക് ഈസ് എ സഡൻ വൈബ്രേഷൻ കോസ്ഡ് ബൈ എർത്ത് സർഫസ് വിത്ത് ദ സഡൻ റിലീസ് ഓഫ് ട്രമെൻഡസ് എനർജി സ്റ്റോർഡ് ഇൻ റോക്സ് അണ്ടർ ദ എർത്ത് ക്രസ്റ്റ്. ഓക്കെ, എർത്ത് ക്രസ്റ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജീൻ്റെ റിലീസ് അല്ലെങ്കിൽ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് കേക്ക് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. എർത്ത് കേക്ക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് നാച്ചുറൽ ഹസാർഡ്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹസാർഡാണ്, അത് നമുക്കറിയാം അല്ലേ. ഒരു ലാർജ് ഏരിയനെ ഒറ്റയടിക്ക് നശിച്ചു പോകാൻ എന്ത് ചെയ്യുന്നു, എർത്ത് കേക്ക് കാരണമാകുന്നു. ഇറ്റ് മേ ഒക്കർ അറ്റ് എനി ടൈം ഓഫ് ഇയർ, ഡേ ഓർ നൈറ്റ്, വിത്ത് സഡൻ ഇമ്പാക്റ്റ് ആൻഡ് ലിറ്റിൽ വാർണിംഗ്. വലിയ രീതിയിലുള്ള വാർണിംഗ് ഒന്നും എർത്ത് കേക്ക് നമുക്ക് കിട്ടില്ല. നമ്മൾ അധികം എർത്ത് കേക്കിൻ്റെ സ്കെയിലൊക്കെ പറയുന്നത് എർത്ത് കേക്ക് സംഭവിച്ചതിന് ശേഷം ഇത്ര സ്കെയിലിൽ നമുക്ക് എർത്ത് കേക്ക് ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയില്ലാതെ അതിനൊരു എന്താ പറയുക, പ്രീ വാർണിംഗ് ഒന്നും എർത്ത് കേക്ക് തരില്ല. പലപ്പോഴും നമ്മൾ ചുഴലിക്കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ഇവിടെ കാറ്റടിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അവിടെ നമ്മൾ സേഫായിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നമുക്ക് നിർദ്ദേശങ്ങൾ തരാറുണ്ട്. പക്ഷേ എർത്ത് കേക്കിൻ്റെ കേസിൽ അത് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം അല്ലേ, ഒരു വാർണിംഗ് നമുക്കവിടെ ഉണ്ടാവില്ല. അത് എന്ത് ചെയ്യും, ബിൽഡിങ്സിനെ, വലിയ രീതിയിലുള്ള ബിൽഡിങ്സിനെ നശിപ്പിക്കും, ആളുകൾ മരിച്ചുള്ള കാര്യങ്ങളുണ്ടാവും, ഇഞ്ചുറീസ് ഉണ്ടാവും, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസും ഡാമേജസും ഒക്കെ ഉണ്ടാക്കും. എർത്ത് കേക്കിൻ്റെ അടുത്തൊരു പോയിന്റ് പറയുന്നത്, എർത്ത് കേക്ക് നോട്ട് ഓൺലി ഡിസ്ട്രോയ് ദ എൻറ്റയർ ഹാബിറ്റാറ്റ് ബട്ട് മേ ബി ഡീസ്റ്റെബിലൈസ് ദ ഗവൺമെൻറ്, എക്കണോമി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് കൺട്രി. അതായത്
ഇത് നമ്മളെ എർത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു ലാർജ് ഏരിയനെയാണ് ബാധിക്കുന്നത്. പിന്നെ അത് റീബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അത് നശിച്ചു പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഒരു ഗവൺമെൻറ്റിനെ ബാധിക്കും, രാജ്യത്തിൻ്റെ എക്കണോമീനെ ബാധിക്കും, നമ്മളെ സോഷ്യൽ സ്ട്രക്ചറിനെ ബാധിക്കും. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് എർത്ത് പിന്നെ മുന്നേ പറഞ്ഞ പോലെ സഡൻ ഷെയ്ക്കാണ് നമ്മൾ പറഞ്ഞു. കൂടുതൽ മുൻകൂട്ടിയുള്ള വാണിങ്ങൊന്നും തരുന്നില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് പറയുന്നത്. കൂടുതൽ വാണിങ്ങൊന്നും തരാതെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇവൻ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഹസാർഡാണ് എർത്ത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മെയിനായിട്ടുള്ള കോസ് ഓഫ് എർത്ത് ആണ് അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ മെയിൻ കോസസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത് ഡിസിക്ലിബ്രിയം ഇൻ എനി പാർട്ട് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്വേക്കിൻ്റെ മെയിൻ ഒരു റീസൺ, ഒരു നാച്ചുറൽ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഒരു ബാലൻസ് നഷ്ടപ്പെടുക. എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ഡിസിക്ലിബ്രിയമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ടാണ്, പാളികളായിട്ടാണ് ഭൂമിയിലുള്ളത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ചില ലെയേഴ്സിന് എന്തുണ്ടാവും, ചില മൂവ്മെൻറ്റ്സ് സംഭവിക്കും. അല്ലെങ്കിൽ വലിയ റോക്കൊക്കെ താഴെ ഉണ്ടാവും. അപ്പോൾ ആ റോക്സിനൊക്കെ ചില മൂവ്മെൻറ്റ് സംഭവിക്കും. വലിയ രീതിയിലുള്ള എനർജി റിലീസ് അവിടെ സംഭവിക്കും. നമ്മൾ മുന്നേ പറഞ്ഞു ട്രമൻഡസ് എനർജി റിലീസ് ആണ് ഇതിന് കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നല്ല വലിയ രീതിയിൽ എനർജി റിലീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു വലിയ ഭാഗം അടർന്ന് നീങ്ങാനും താഴ്ന്നു പോകാനും നമ്മൾ കണ്ടുണ്ടാവും പല എഫക്റ്റുകളല്ലേ. ഒന്നിച്ച് ഉഴുതുമറച്ച പോലെ ബിൽഡിങ്ങുകളൊക്കെ തലകുത്തനെ വീഴ്ത്തുന്നതും വലിയ ഗർത്തങ്ങളായിട്ട് താഴേക്ക് പോകുന്നതും അങ്ങനെ പല എഫക്റ്റുകൾ നമ്മൾ കണ്ടുണ്ടാവും എർത്ത് ക്വേക്കിൻ്റെ കേസിൽ. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിലുള്ള മൂവ്മെൻ്റ് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഫസ്റ്റിൽ പറഞ്ഞുള്ളത്. അടുത്ത പറഞ്ഞുള്ളത് അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റിംഗ്. അതായത് ഹ്യൂമൻ കോസസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ടിൽ നടത്തുകയാണെങ്കിൽ, ന്യൂക്ലിയർ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതും എന്താണ് എർത്ത് ക്വേക്കിന് കാരണമാവും. നമ്മൾ ഈ അണുബോംബുകളുടെയൊക്കെ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം വലിയ ഒഴിഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ചെയ്യുക അല്ലേ. എന്നാൽ തന്നെ അതിൻ്റെ എഫക്റ്റ് മനുഷ്യവാസ പ്രദേശങ്ങളിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യും, വലിയ മരുഭൂമിയിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊക്രാനിലൊക്കെ നമ്മൾ ടെസ്റ്റ് നടത്തിയത് നമുക്കറിയാം. അപ്പോൾ അത് വലിയ ലാർജ് സ്പേസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. എന്നാലും എന്തുണ്ടാവും, അത് എർത്ത് ക്വേക്കിനൊക്കെ കാരണമാവാൻ സാധ്യതയുണ്ട്. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും, അതിൻ്റെ സോയിലിൻ്റെ സ്റ്റെബിലിറ്റിക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ അതും എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് ക്വേക്കിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്, ഒരു ഹ്യൂമൻ കോസായിട്ട് നമുക്കൊരു പരിധി വരെ കണക്കാക്കാം അല്ലേ. അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്കും വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതും എന്താണ് എർത്ത് ക്വേക്കിന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് മെയിൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓർ കോൺസിക്വൻസസ് ഓഫ് എർത്ത് ക്വേക്ക്, എന്തൊക്കെയാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതുകൊണ്ട്. നമുക്കറിയാം മെയിനായിട്ട് എന്താണ്, വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാവും. അതുതന്നെയാണ് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചറെല്ലാം നശിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. ഡാമേജ് ദ സെറ്റിൽമെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് നമ്മളൊന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ഹൗസ് ആൻഡ് സ്ട്രക്ചേഴ്സ് കൊളാപ്സ് ചെയ്യും. ഡിഫോമേഷൻ ഓഫ് ഗ്രൗണ്ട് സർഫസ് എന്ത് ചെയ്യും, ഡിഫോം ചെയ്യും അല്ലേ. പിന്നെ എന്താ, സുനാമി ഉണ്ടാവും. സുനാമി എന്താണ്, അതും ഒരു ടൈപ്പ് ഓഫ് ഹസാർഡായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഡിസാസ്റ്ററായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ സുനാമി എന്ത് ചെയ്യും, എർത്ത് ക്വേക്ക് കൊണ്ട് എന്ത് ചെയ്യും, സുനാമി ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് എന്താണ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് എർത്ത് ക്വേക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിനും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ അനുഭവത്തിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തെന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഓർത്ത് മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ.